നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ റാലി വഴി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഇലക്ഷൻ ജാഥ റാലി റോഡ് ഷോ ഒക്കെ കണ്ട് ആവേശഭരിതനായി കാർ അവിടെ പതിയെ സ്ലോ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട പ്രവർത്തകരെല്ലാവരും തന്നെ രാഹുലേട്ട എന്ന് വിളിച്ച് വരികയും ഷോൾ അണിയിക്കുകയും ഒക്കെയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? രാഹുൽ മനഃപൂർവ്വം ഒരു ഷോ കാണിക്കാനാണ് വരുന്നതെന്ന് തോന്നുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അത് ഷോ ആണ് എന്ന് പറയാൻ കഴിയും. ആർക്കും അതുവഴി റോഡിലൂടെ പാസ് ചെയ്ത് പോകാൻ കഴിയില്ലേ? അല്ലെങ്കിൽ പാസ് ചെയ്ത് പോയത് കൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? അദ്ദേഹം വന്നതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റുമോ? എന്തൊക്കെയായാലും ഈ നിമിഷം വരെ രാഹുലിനെ പടിക്ക് പുറത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്ത് നിർത്തിയാലും അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്ത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കൈപിടിച്ചുയർത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നവരും ഷോ കാണിക്കാനാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ സൈഡാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഇവിടെ കാണിച്ച അച്ചടക്കം, മര്യാദ, രാഹുലിന് വേണമെങ്കിൽ അവിടെ ഇറങ്ങി ഒരു ഷോയൊക്കെ കാണിക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ആ ഒരു നീക്കത്തിലേക്ക് കഴിഞ്ഞില്ല. കാരണം രാഹുൽ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെയുള്ള സ്ഥാനാർത്ഥി രാഹുലിന് കൈ കൊടുക്കും, രാഹുലിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ പിന്നീട് പാർട്ടിക്കകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയൊരു ഭീഷണി ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥിക്ക്, ആ പാർട്ടിക്ക് തന്നെ ഒരു നാണക്കേടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ അതിൽ നിന്ന് വിട്ടുനിന്നത്. രാഹുൽ പറയുന്നുണ്ട്, സുധാകരന് വേണ്ടി പ്രതികരിക്കുക അല്ലെങ്കിൽ ഇറങ്ങുമായിരുന്നു എന്നുള്ളത്. എന്തായാലും സുധാകരന് വേണ്ടി ഇറങ്ങുന്നില്ല, പകരം ഇവിടെ തന്നെ ആവേശഭരിതമായി നിൽക്കും. അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത്, ഇലക്ഷൻ വേളയിൽ അടങ്ങി വീട്ടിലിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ കഴിയും, എങ്ങനെ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും രാഹുലിനെ കണ്ട് പ്രചരണത്തിന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി രാഹുൽ നിൽക്കും. സ്വതന്ത്രനാണെങ്കിൽ വേണ്ടിയും രാഹുൽ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു പക്ഷേ രാഹുൽ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം രാഹുൽ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അത് പാർട്ടിക്കകത്ത് വലിയൊരു ചർച്ചയാവും. സതീശന് അതൊരു വലിയ തലവേദനയായി മാറും. അതുകൊണ്ട് തൽക്കാലം ആ ഒരു തലവേദന കൊടുക്കാൻ രാഹുൽ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ഈ ഒരു അച്ചടക്കം, രാഹുലിന് വേണമെങ്കിൽ ആവശ്യപ്പെടാമായിരുന്നു, രാഹുലിന് ഒരു വെല്ലുവിളിയൊക്കെ തന്നെ ഉയർത്താമായിരുന്നു. പക്ഷേ രാഹുൽ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഫെനി നായനാൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ രാഹുൽ ഈ ഒരു അച്ചടക്കം കാണിക്കുന്നുണ്ട്. കുറഞ്ഞ 2 സീറ്റിനെങ്കിലും കോൺഗ്രസിൽ അതൊരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ ഫെനിയുടെ ഇനി തുടർക്കഥ എന്നാൽ തുടരുമെന്ന കാര്യത്തിൽ സംശയം.